പ്രിയ ദൈവജനമേ, മനുഷ്യ സഹജമായ ബലഹീനതകളിലും തളർച്ചകളിലും പതറിപ്പോകാതെ നമ്മെ താങ്ങി നിർത്തുന്നത് ദൈവത്തിൻ്റെ അളവറ്റ കനിവാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗപീഠകളും വിട്ടുമാറാത്ത കഷ്ടതകളും ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വന്തം ശക്തിയേക്കാൾ ഉപരിയായി ദൈവിക സഹായത്തിൽ ആശ്രയിക്കാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപ നമ്മെ അന്ധകാരത്തിൽ വഴി നടത്തുന്ന പ്രകാശമായി മാറുന്നു. നമ്മുടെ കുറവുകളെ ദൈവം തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്നു എന്ന തിരിച്ചറിവ് വലിയൊരു ആശ്വാസമാണ്. സ്വന്തം കഴിവുകളിൽ അമിതമായി വിശ്വസിക്കാതെ എളിമയോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് ആത്മീയമായ കരുത്ത് നാം പ്രാപിക്കുന്നത്. നമുക്ക് ഒന്നും നമ്മളെപ്പറ്റി പറഞ്ഞ് അഹങ്കരിക്കാനില്ല. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്തെങ്കിലും പറഞ്ഞ് അഭിമാനിക്കാനുണ്ടെങ്കിൽ അത് കർത്താവിനെപ്പറ്റി മാത്രമാണ് എന്ന് തിരിച്ചറിയണം. സഹനങ്ങളെ ദൈവഹിതമായി സ്വീകരിക്കാനുള്ള മനക്കരുത്ത്, ഒരു മനോഭാവം, അത് നൽകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ ബലഹീനതകൾ പ്രകടമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. അത് വേദപുസ്തകത്തിൽ വളരെ വൃത്തിയായി അത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. പരാജയങ്ങളിൽ തളർന്നു നിൽക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്ന നിത്യ സത്യമാണ് ഈ പറഞ്ഞ കാര്യം. ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തിലെ മുള്ളുകളെയും പ്രയാസങ്ങളെയും ദൈവാനുഗ്രഹത്തിനുള്ള വഴികളായി കാണണം. ലോകം നൽകുന്ന സുരക്ഷിതത്വത്തെക്കാൾ ശാശ്വതമായത് ക്രിസ്തു നൽകുന്ന ആന്തരിക സമാധാനമാണ്. ശരിയല്ലേ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം ആഗ്രഹിക്കുന്ന മറുപടി അല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള കൃപ നൽകി ദൈവം നമ്മെ കരുതുന്നു. കാരണം നമ്മളുടെ ഫ്യൂച്ചർ അറിയുന്നത് നമ്മളുടെ പിതാവായ ദൈവം മാത്രമാണ്. അവിടുത്തെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിലെ ഒരു ഭാരവും അമിതമായി തോന്നുകയില്ല. ഈ ദൈവിക കൃപയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ മുന്നേറാൻ നമുക്ക് സാധിക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.